വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് എന്ന സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സോ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വരുന്നത്, എനിക്കറിയാം. കാരണം ഞാൻ ഇപ്പോൾ ഉള്ളത് സോലാപ്പൂരാണ്. സോലാപ്പൂർ ആക്ച്വലി പൊതുവേ മലയാള സിനിമകളോ തമിഴ് സിനിമകളോ ഒന്നും അങ്ങനെ റിലീസ് ആവാറില്ല. സോ അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വന്നതും. ഞാൻ സിനിമ അങ്ങനെ വേറെ ഒന്നും കണ്ടതുമില്ല. സോ ഞാൻ തിരിച്ച് ചെന്നൈയിലോട്ട് പോയിട്ടായിരിക്കും ആ സിനിമകളൊക്കെ കണ്ട് അതിൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കും. സോ ഇന്നത്തെ വീഡിയോ, ഞാൻ പറയാൻ പോകുന്ന ഒപ്പീനിയൻ വീഡിയോ ഏത് സിനിമയെക്കുറിച്ചാണെന്ന് വെച്ചാൽ ഇതാണ് ആ സിനിമ. സോ പ്രിയദർശൻ സാർ ഡയറക്റ്റ് ചെയ്ത, അക്ഷയ് കുമാർ, വാമിക ഗബി, പരേഷ് റാവൽ, രാജ്പൽ യാദവ്, അസ്രാനി സർ, അങ്ങനെ ഒരു പ്രിയദർശൻ പ്രിയദർശൻ്റെ ഒരു ടീമുണ്ട്. അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയാണ് ആക്ച്വലി ഭൂത് ബംഗ്ല. ഇതിൽ എനിക്ക് ഏറ്റവും ഹൈപ്പ് ഫാക്ടർ എന്ന് തോന്നിയത് ഇത് അക്ഷയ് കുമാറിൻ്റെ പടമായിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഹൊറർ കോമഡി ജോണർ അങ്ങനെയൊന്നുമല്ല. ഇത് പ്രിയദർശൻ സർ, അക്ഷയ് കുമാർ, എനിക്കൊന്ന് കക്കാമീട്ടായിരുന്നു ഇവർ അവസാനം ഒന്നിച്ച സിനിമ, ഇഫ് ഐ എം നോട്ട് റോങ്. സോ അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇവർ ഭൂത് ബംഗ്ലയിൽ വരുന്നത്. സോ അക്ഷയ് കുമാറിൻ്റെ കൂടെ തന്നെ പരേഷ് റാവൽ, രാജ്പൽ യാദവ്, അസ്രാനി സർ, പുള്ളിയുടെ അവസാനത്തെ സിനിമയാണ്. അപ്പം ഇവരുടെയൊക്കെ ഒരു കോംബോ ഉണ്ട്. ഇവർ സ്ക്രീനിൽ ഒരുമിച്ച് വരുമ്പോൾ ഒരു രസം ഒക്കെ ഉണ്ട്. സോ അതായിരുന്നു എൻ്റെ ഒരു ഹൈപ്പിംഗ് ഫാക്ടർ. ആൻഡ് ടു സേ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു സിനിമ, അത്യാവശ്യം നല്ല എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഇതൊരു പെർഫെക്റ്റ് സിനിമ എന്ന് ഞാൻ പറയില്ല. ഇത് ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഭയങ്കര പുതിയ കോമഡി ഒന്നുമല്ല. പ്രിയദർശൻ സാറിൻ്റെ പണ്ടത്തെ സിനിമകൾ കണ്ടവർക്കറിയാം, പണ്ടത്തെ ഹിന്ദി സിനിമകൾ കണ്ടവർക്കറിയാം. പ്രിയദർശൻ സാറിൻ്റെ പല സിനിമകളും നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള കോമഡികളും അല്ലെങ്കിൽ ഓൾറെഡി കണ്ടിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡോൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഇൻഹരിയർ നഗറും അതേപോലെ ചന്ദ്രലേഖയുടെ ഒരു മിക്സ്. ഇപ്പോൾ ഗരം മസാലയാണെങ്കിലും പുള്ളി ആ ഒരു ഓജിയായിരുന്നു. പുള്ളി മലയാളത്തിൻ്റെ സിനിമകൾ തന്നെയായിരുന്നു റീമേക്ക് ചെയ്ത് പുള്ളി ഒരു ഓജിയായിരുന്നു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ബോളിവുഡ് സിനിമ തന്നെ നമുക്ക് കാണിച്ചു തന്നു ഈ റീമേക്ക് സംഭവം, അല്ലെങ്കിൽ ടു മേക്ക് എ റീമേക്ക്, അതൊരു അത്ര ഈസി ആയിട്ടുള്ളൊരു മാറ്റർ അല്ല. ബിക്കോസ് വെൻ പ്രിയദർശൻ ഡിഡ് ദാറ്റ് മൂവീസ്, ഇറ്റ് വാസ് സ്റ്റിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ മാസ്റ്റർ പീസ്. ഇപ്പോൾ ഹേരാഫേരി ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് പുള്ളി പിക്ചർ ഹേരാഫേരി ചെയ്തു, ഭഗംബാഗ്, ഢോൾ എന്ന് പറയുന്ന സിനിമ പരാജയമാണെങ്കിൽ പോലും ഭയങ്കര ഒരു ഫാൻ ബേസ് ഉള്ളൊരു സിനിമയാണ്. കാരണം ഞാൻ മഹാരാഷ്ട്രയിലാണ് ബോട്ടപ്പ് ആയിട്ട്. സോ ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹൽച്ചൽ, അതേപോലെ ഈ ഹേരാഫേരി, അങ്ങനത്തെ ഊജി, ഭൂൽ ഭുലയ്യ, അപ്പം ഇതെല്ലാം ഓക്കെ, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു, ഇതെല്ലാം മലയാള സിനിമകളുടെ റീമേക്കാണ്. ഇപ്പോൾ ഭഗംബാഗ് എന്ന് പറയുന്നത് പുള്ളിയുടെ തന്നെ രാക്കിളിപ്പാട്ട് എന്ന് പറയുന്ന സിനിമയും മാനോർമത്തായി സ്പീക്കിങ്ങിൻ്റെ ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയാണ്. ഹേരാപേരി എന്ന് പറയുന്ന റാംജി റാവ് സ്പീക്കിങ്ങിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. അതേപോലെ ഹൽച്ചൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഹൽച്ചൽ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു റീമേക്കാണ്. ഹംഗാമ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, പുള്ളിയുടെ തന്നെ എന്താ പറയുക ഒരു പഴയ സിനിമയുടെ ഒരു റീമേക്കാണ്. അപ്പം പ്രിയദർശൻ സാറ് മലയാളത്തിലും പുള്ളി ചെയ്തിരിക്കുന്ന സിനിമകളൊന്നും അത്ര, മലയാളത്തിൽ പുള്ളി ചെയ്ത സിനിമകളൊന്നും റീമേക്കൊന്നും അല്ല. പുള്ളി ചെയ്ത ചന്ദ്രലേഖയാണെങ്കിലും എന്താ പറയുന്നത്, എനിക്കൊന്ന് ബോയിങ് സംതിങ് ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ റീമേക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ടു മേക്ക് എ ഹിന്ദി മൂവി, ടു റെപ്ലിക്കേറ്റ് എ മലയാളം മൂവി, അല്ലെങ്കിൽ ഒരു കോമഡി സിനിമ ഹിന്ദിയിലോട്ട് ഏതിലോട്ട് റീമേക്ക് ചെയ്യുന്നതിനും ഒരു ടാലൻറ്റ് വേണം. ഇറ്റ്സ് നോട്ട് ഈസി. ബിക്കോസ് ബോളിവുഡ് നമുക്ക് കാണിച്ചു തന്നു ലാസ്റ്റ് ഒരു 5 to 6 years ബോളിവുഡ് ചെയ്ത മോസ്റ്റ് ഓഫ് ദ സിനിമാസ് റീമേക്ക് തന്നെയാണ്. ബട്ട് ഈവൻ ദോ ഇറ്റ് ഡിഡ്ന്റ് വർക്ക്ഡ് ഇൻ ബോക്സ് ഓഫീസ്. സോ കമ്മിങ് ടു ഭൂത് ബംഗ്ല, പ്രിയദർശൻ സാറിൻ്റെ എനിക്കും തേർഡ് ലാസ്റ്റ് സിനിമയാണ്. പുള്ളി ഇത് കഴിഞ്ഞിട്ട് അക്ഷയ് കുമാർ, സെയ്ഫ് അലി ഖാൻ, എനിക്കൊന്ന് ഒപ്പം എന്ന് പറയുന്ന സിനിമയുടെ റീമേക്ക് ആണെന്ന് അടുത്ത് ഹൈവാൻ. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ സിനിമയും കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഹീസ് റിട്ടയറിങ് ഫ്രം ദ കരിയർ. സോ സ്റ്റിൽ ഐ വിൽ ഗോ ഫോർ എ പ്രിയദർശൻ മൂവി. ബിക്കോസ് നമ്മുടെ ഇപ്പം 90s കിഡ്സോ അല്ലെങ്കിൽ 90s കിഡ്സ് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും നല്ലൊരു സുവർണകാലം ഇപ്പോഴും സ്റ്റിൽ പുള്ളിയുടെ സിനിമകൾ എടുത്ത ഒരു സുവർണകാലം തന്നെയാണ്. നമുക്ക് ചിരിക്കാനും
അല്ലെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആവാനും എല്ലാം പുള്ളി തന്നിരിക്കുന്ന സിനിമകൾ ഇറ്റ്സ് നോട്ട് എന്താ പറയുക ഒരു ചുമ്മാ ഒരു സിനിമകളല്ല, ക്ലാസിക്സ് ആണല്ലോ. സോ സ്റ്റിൽ ഐ എം ഹൈപ്പ് ഫോർ അതർ മൂവീസ്. കമ്മിങ് ടു ഭൂത് ബംഗ്ല, ഞാൻ പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് സിനിമയല്ല. ഇതിനകത്ത് കുറേ കോമഡികൾ, കുറേ ഒന്ന് രണ്ട് മൂന്ന് കോമഡികൾ. എന്തിനാണിത് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് വുമൻ എന്ന് പറയുന്നത് നമ്മൾ കുറേ അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒന്ന് രണ്ട് കോമഡികൾ ഞാൻ ഇതിനകത്ത് കണ്ടു. ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു 2.5 മണിക്കൂർ ഒബ്ജക്റ്റിഫിക്കേഷൻ മാത്രമുള്ളൊരു സിനിമയാണ് ഹൗസ്ഫുൾ 5A എന്ന് പറയുന്നത്. ഇതിന് മുമ്പുള്ള ഹൗസ്ഫുളിൻ്റെ 5ാം പാർട്ട് വന്ന സമയത്ത് അതിനകത്ത് കാണിച്ചതൊന്നും അത്രയൊന്നും ഇതിനകത്തില്ല. അതിൻ്റെ ഒരു 1/4 പോലും ഇതിനകത്തില്ല. പക്ഷെ ഇറ്റ് ഹാസ്. പക്ഷെ ഞാൻ ഇതിന് മുമ്പ് കണ്ടൊരു പ്രിയദർശൻ സിനിമകളിലൊന്നും അങ്ങനത്തെ ഒരു കോമഡികൾ ഞാൻ കണ്ടിട്ടില്ല. സോ ഓക്കെ, ലിവിങ് അപ്പാർട്ട് ദാറ്റ്, ഇതിൻ്റെ ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭൂത് ബംഗ്ല ഒരു പ്രേതാലയം അല്ലെങ്കിൽ ഹോണ്ടഡ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് അക്ഷയ് കുമാർ ആ ഹോണ്ടഡ് ഹൗസിൽ വരുമ്പം ആണ് ആക്ച്വലി ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കഥ തുടങ്ങുന്നത്. അതിനു മുമ്പ് നമുക്കൊരു പ്രില്യൂഡ് തരും, എന്താണ് ഈ കഥ പറയാൻ പോകുന്നത്, എങ്ങനത്തെ ഒരു ഹൊറർ വേൾഡിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതിൻ്റെ എല്ലാ ഹൊറർ സിനിമയിൽ ഒരു സ്റ്റാർട്ട് വരുമല്ലോ, ഇതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് എങ്ങനെ ആ സ്റ്റോറി ബോർഡിലോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ കഥ. ഇതിലും അത് തന്നെ അക്ഷയ് കുമാർ പുള്ളിയുടെ പെങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി മംഗൽപൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു കാരണവശാൽ പുള്ളി വരുന്നതും ആ ബംഗ്ലാവാണ് ദ ഹോണ്ടഡ് പാലസ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ കഥ നടക്കുന്ന മെയിൻ സ്ഥലം. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥയായിട്ടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ കാരണം ഇതിനകത്ത് കമ്പ്യൂട്ടറും പിന്നെ നമ്മുടെ കീപാഡ് ഫോണൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു 2000 അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് ഒരു കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, ഒരുപാട് മോഡേണൈസ്ഡ് അല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു കഥയായിട്ടാണ് നമുക്ക് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇതിൽ അക്ഷയ് കുമാറിൻ്റെ ക്യാരക്ടർ വരുന്നതും അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് പരേഷ് റാവൽ ഒരു വെഡ്ഡിങ് പ്ലാനറാണ് പുള്ളി വരുന്നതും, പിന്നെ രാജ് പലയാദവൻ്റെ ക്യാരക്ടർ, അങ്ങനെ ഓരോ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ പ്ലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫുൾ ഒരു ഹ്യൂമർ സെറ്റപ്പാണ്. സ്ലാബ് സ്റ്റിക് സാധനങ്ങളും അതേപോലെ കുറേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ല, അത് ഞാൻ എടുത്ത് പറയുന്നില്ല. പ്രിയദർശൻ സാറിൻ്റെ തന്നെ കുറേ സിനിമകളിലെ ഗീതാഞ്ജലി എന്ന് പറയുന്ന സിനിമയെന്നുണ്ട്, ഒപ്പം അങ്ങനത്തെ കുറച്ച് സിനിമകളിലെ സീനുകൾ ഇതിനകത്ത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഞാൻ കണ്ടത് ഇവിടുത്തെ മഹാരാഷ്ട്ര ഓഡിയൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ അവർ ആക്ച്വലി ചിലപ്പോൾ ഈ ഒപ്പം അല്ലെങ്കിൽ പണ്ടത്തെ ചന്ദ്രരേഖ ഇതൊന്നും കാണാൻ സാധ്യത കുറവാണ്. മേ ബി കണ്ടിട്ടുണ്ടായിരിക്കാം, ഇന്നത്തെ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊന്നും, ഞാനിരുന്ന ഓഡിയൻസ് അത് കണ്ടിട്ടില്ല. കാരണം അവർ കിട്ടിലായിട്ട് എൻജോയ് ചെയ്താണ് സിനിമ കണ്ടത്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഞാനും എൻജോയ് ചെയ്തു. അത് നമ്മൾ ആസ് എ മലയാളി ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി കണ്ടു. പക്ഷേ എനിക്കറിയാം, കാരണം പ്രിയദർശൻ സാറിന് മുന്നേ നമ്മൾ കണ്ട സിനിമകളിലും പുള്ളിയുടെ സിനിമയിലെ അല്ലെങ്കിൽ മലയാളം സിനിമയിലെ പല സീനുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടെ ഞാൻ ഇരുന്നുകൊണ്ടായിരിക്കണം എനിക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഹ്യൂമർ റൈഡ് തന്നെയായിരുന്നു, അത്യാവശ്യം കോമഡികളും അല്ല, അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻ്റർവെൽ ആകുമ്പോൾ നമുക്കൊരു സാധനം തരും. ആ ഇൻ്റർവെൽ പഞ്ച് കുഴപ്പമില്ലായിരുന്നു. ഇതിനകത്ത് എനിക്ക് വേറൊരു കാര്യം കൂടി മിസ് ചെയ്യുന്നത്, അതിൻ്റെ VFX പരിപാടികളാണെങ്കിലും ഇതിൻ്റെ മേക്കപ്പ് പരിപാടിയാണെങ്കിലും എനിക്ക് കുറച്ച് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തു. മേ ബി ഇനി ബഡ്ജറ്റിൻ്റെ കൺസ്ട്രെയിൻ കൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഇതിൻ്റെ റൈറ്റിംഗ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. കാരണം VFX പരിപാടിയൊക്കെ ഭയങ്കര സെറ്റ് ഇട്ടിരിക്കുന്നതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു ഹ്യൂമർ പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ചിരി പടർത്തിക്കൊണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിൽ നമുക്കൊരു പഞ്ച് തന്നിട്ട്, ഇതിനകത്തൊരു ഡിമോണുണ്ട്, ബദസൂർ എന്ന് പറയുന്ന ഒരു ഡിമോണുണ്ട്. ആ ഡിമോണിൻ്റെ ഒരു പഞ്ച് തന്നിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി സീരിയസ് ആണ്. ഇതെന്താണെന്നുള്ളത് ഓരോ മിസ്റ്ററീസ് ഇങ്ങനെ അൺട്രാവൽ ചെയ്ത് സിനിമ മുന്നോട്ട് പോയി. ഫസ്റ്റ് ഹാഫ് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ച് സീരിയസ് ടോണിലാണ് സിനിമ പോകുന്നത്, ആൻഡ് വിച്ച് ഡിമാൻഡ്, ബിക്കോസ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക്
ഒരു കുറേ ലെയേഴ്സ് ഓഫ് മിസ്റ്ററി ഇട്ടിട്ടാണ് സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ അത് ആ അൺട്രാവലിങ്ങിൻ്റെ സമയത്ത് അത് ഇറ്റ് ഷുഡ് ബി സീരിയസ് ഓൺ എ സീരിയസ് നോട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ട്വിസ്റ്റൊക്കെ അൺട്രാവലായി ലാസ്റ്റ് ക്ലൈമാക്സിന് ഒരു ഫൈറ്റ് പരിപാടി. ഇതിനകത്ത് അക്ഷയ് കുമാറിൻ്റെ എനിക്കൊന്ന് ഒരു ഫൈറ്റ് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളാം. അതിൻ്റെ ഒരു ഹൊറർ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതും നല്ല രീതിക്ക് തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ ഈ സീരിയസ് ടോണിൽ അവസാനം എന്താ പറയുക ഈ പ്രേത പരിപാടി അത് കാരണം അവരുടെ ഫാമിലി എഫക്റ്റ് ആവും. അപ്പോൾ അവരെ എങ്ങനെ രക്ഷിക്കും എന്നൊക്കെ ഉള്ളതാണ് ബാക്കി കഥ. പൊതുവേ ഞാൻ ഒരു ഒറ്റ വരിയിൽ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഒരു ഹൊറർ കോമഡി ജോണറിൽ നമുക്ക് ഈ നമ്മുടെ ഷസം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പോപ്കോണൊക്കെ മേടിച്ച് നൈസായിട്ട് ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. ഭയങ്കര പടമോ അല്ലെങ്കിൽ ഭയങ്കര ലാഫ്സോ അല്ലെങ്കിൽ ഭയങ്കര ചിരിയോ അങ്ങനെയൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ആസ് എ മലയാളി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സിനിമ കാണുമ്പോൾ പല കോമഡികളും നമ്മൾ ഓൾറെഡി കണ്ട കോമഡികളാണ്. നോട്ട് ഓൺലി ഫ്രം പ്രിയദർശൻ സിനിമാസ് ബട്ട് ഈവൻ ഇൻഗോസ്റ്റേഴ്സ് ഇൻലെസ് ഇൻ കോമഡി സിനിമ. അപ്പം പുള്ളിയുടെ മുമ്പിലത്തെ സിനിമകൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നു, ഗ്ലിംസസ് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് കാണുക, ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇതിലും കൂടുതൽ ഇഷ്ടപ്പെടാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. സോ ഐ ടോട്ടലി റെസ്പെക്ട് ദാറ്റ് ഒപ്പീനിയൻ. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മൾ ബാക്കിയുള്ള സിനിമകളുടെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ. സോ ഒരു കാര്യം കൂടി, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലുള്ള വീഡിയോ നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. സോ എല്ലാം കേട്ടല്ലോ. അപ്പം പിന്നെ അവസാനമായിട്ട് ബൈ.